ഇപ്പോൾ നമുക്ക് മനാഫിനെ ദൃശ്യങ്ങളിൽ കാണാം. മനാഫിനെ ദൃശ്യങ്ങളിൽ കാണാം. ഈശ്വർ മൽപ്പയെ കാണാം. ഈ ദൃശ്യങ്ങൾക്കൊക്കെ നമുക്ക് എന്താണ് പറയാൻ കഴിയുക? ഇടനെഞ്ചിൽ ഒരു ബാഡ്ജായി അർജുൻ തൂങ്ങുന്നുണ്ട്. 9.5 നോട്ടൊഴുക്കുള്ളപ്പോൾ പോലും ഗംഗാവലി പുഴയിലേക്ക് എടുത്തു ചാടിയ മനുഷ്യനാണ്. കേരളം എങ്ങനെയാണ് ഇവരോടൊക്കെ നന്ദി പറയേണ്ടത്? ഈ നാട് എങ്ങനെയാണ് ഈ കടം വീട്ടുക? അറിയില്ല. ഒരു മനുഷ്യന് വേണ്ടി, ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടി, സ്വന്തം ജീവനെ പോലും തൃണവൽഗണിച്ച, സ്വന്തം ജീവനെ പോലും വില കൊടുക്കാതെ ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് ചാടിയ ഈശ്വർ മൽപ്പെ കേരളം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. മനാഫിനോട് കേരളം കടപ്പെട്ടിരിക്കുന്നു. സതീഷ് കൃഷ്ണ സെയിൽ നിങ്ങളോട് കേരളം കടപ്പെട്ടിരിക്കുന്നു. കർണാടകയിലെ ഈ ദൗത്യത്തിനൊപ്പം ഉണ്ടായിരുന്ന ഓരോ മനുഷ്യരോടും കേരളം കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മനുഷ്യ സ്നേഹത്തിൻ്റെ അനശ്വരമായ ഗാഥയായി അർജുൻ്റെ ഈ കഥ മാറുകയാണ്. ചിത ഒരുങ്ങുകയാണ്. സ്വന്തം വീടിനോട് ചേർന്ന് നിത്യനിദ്ര അർജുന് ഒരുങ്ങുകയാണ്. ഈ മനുഷ്യർക്കെല്ലാം അവസാനമായി ഒരു നോക്ക് കാണണം അർജുനെ. ഇവർക്കൊക്കെ അർജുൻ ആരായിരുന്നു? അർജുൻ ഇവർക്കൊക്കെ സഹോദരനായിരുന്നു. അർജുനെ മുൻപ് പരിചയമുള്ളത് കൊണ്ടല്ല. അർജുൻ എന്ന പേര്, അർജുൻ്റെ മടങ്ങി വരവ് ടി വിയിലൂടെ, വാർത്തയിലൂടെ കണ്ടിട്ടുള്ള ആളുകളാണ്. തിരുവനന്തപുരം മുതൽ പല ഭാഗങ്ങളിൽ നിന്നും കോഴിക്കോട് നഗരത്തിനടുത്ത് കണ്ണാടിക്കൽ എന്ന ഗ്രാമത്തിലേക്ക് കടക്കുന്നത്, വന്നുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രവാഹങ്ങളാണ് ഈ ജനസാഗരമായി മാറിയത്. ഇവർക്കെല്ലാം അർജുനെ അവസാനമായി ഒരു നോക്ക് കാണണം. അർജുന് വേണ്ടി അവസാനമായി ഒരു കണ്ണീർ കണം പൊഴിക്കണം. അർജുന് വേണ്ടി അവസാനമായി ഒരു പിടി പൂവ് അർപ്പിക്കണം. പ്രിയപ്പെട്ട കൂടപ്പറപ്പിനെ ഇങ്ങനെയാണ് കേരളം യാത്രയാക്കുന്നത്. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണ് 1000 സൗരമണ്ഡലം ആത്മാവിൽ എന്ന് പണ്ട് കവി എഴുതിയിട്ടുണ്ട്. അതുപോലെ അനേകായിരം മനുഷ്യർ പരിചിതനല്ലാത്ത ഈ സഹോദരന് വേണ്ടി ഒരു കണ്ണീർ കണം പൊഴിക്കുകയാണ്. കേരളം നെഞ്ചോട് ചേർത്ത് ഏറ്റുവാങ്ങുകയാണ് അർജുനെ. അർജുൻ അവസാനമായി ജന്മനാട്ടിലെത്തിയിരിക്കുകയാണ്. മനാഫിനെ പോലെ, മുബീനെ പോലെ, ഈശ്വർ മൽപ്പയെ പോലെ, ജിതിനെ പോലെ, അഭിജിത്തിനെ പോലെ അനേകായിരം മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ ജാലിക നമുക്ക് ഈ കഥയിൽ കാണാം. സതീഷ് കൃഷ്ണ സെയിലിനെ പോലെ, MK രാഘവനെ പോലെ, ജനപ്രതിനിധികളെപ്പോലെ ഒരുപാട് പേർ ഈ ഒരു മനുഷ്യൻ്റെ മടങ്ങി വരവിനായി പ്രയത്നിച്ചിട്ടുണ്ട്. ചേതനയറ്റ ശരീരമായാണ് അർജുൻ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തുന്നത്. അമ്മയ്ക്ക് കൊടുത്ത വാക്കാണതെന്ന് നെഞ്ചു പൊട്ടിയാണ് കഴിഞ്ഞ ദിവസം മനാഫ് പറഞ്ഞത്. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് മകനെ കൊണ്ടുവരുമെന്നാണ്. മകൻ ജീവനോടെ എത്തിയില്ല. മകൻ്റെ ചേതനയേറ്റ ശരീരമാണ്. അവസാനമായി ആ അമ്മയ്ക്കൊന്ന് കാണാൻ, അവസാനമായി അമ്മയ്ക്ക് ഒരു കണ്ണീർ പൊഴിക്കാൻ ആ മകൻ്റെ ശരീരമാണ് എത്തിയത്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ നടക്കും. അർജുന് നിത്യനിദ്ര ഒരുങ്ങുകയാണ്. സ്വന്തം നാട്ടിൽ, സ്വന്തം വീടിന് തൊട്ടടുത്ത്, ഇത്രയും കാലത്തെ അധ്വാനം കൊണ്ട് വെച്ച വീടിനരികെയായി അർജുന് അന്ത്യനിദ്ര ഒരുങ്ങുകയാണ്. അർജുന് വിട നൽകാൻ ഒരുപാട് മനുഷ്യർ കണ്ണാടിക്കലിലേക്ക് നെഞ്ചു പൊട്ടി, കണ്ണ് കലങ്ങി, തൊണ്ടയിടറി ഒരുപാട് മനുഷ്യർ ഇപ്പോഴും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ അവസാനമായി ഒരു കണ്ണീർ കണം അർജുന് വേണ്ടി പൊഴിക്കണം.